ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ഒരു സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ students.list.odb എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും അറബിക് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ പട്ടിക തയ്യാറാക്കുക. ഇതിനായി താഴെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള students.list.odb എന്ന ഫയൽ ലിബ്രിയോഫീസ് ബേസിൽ തുറക്കുക. ഈ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറും ഫയൽ നാമമാക്കി നൽകി ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവാ സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. അറബിക് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ മാത്രം വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ക്വറി തയ്യാറാക്കുക. ഉൾപ്പെടുത്തേണ്ടുന്ന വിവരങ്ങൾ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ലാംഗ്വേജ്. ക്വറിയിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഡാറ്റാബേസ് ഫയൽ സേവ് ചെയ്യുക. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് ബേസ് എന്ന ക്രമത്തിൽ ഡാറ്റാബേസ് തുറക്കുക. പുസ്തകത്തിൽ നമ്മൾ പഠിച്ചത് ക്രിയേറ്റ് ന്യൂ ഡേറ്റാബേസ്, അതിലാണ് പ്രവർത്തനങ്ങൾ ചെയ്തത്. ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിന് താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ് ഫയൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും ഫയൽ കണ്ടെത്താം. ചോദ്യത്തിൽ നമുക്ക് ഫയൽ തന്നിട്ടുണ്ട്. students.list.odb എന്നതാണ് ഫയൽ. ഫയൽ കണ്ടെത്തി തുറക്കുക. students.list.odb എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. അതിൽ ക്വറി തയ്യാറാക്കാനാണ് ആദ്യത്തെ പ്രവർത്തനം. ആദ്യം തന്നെ ഇതിനെ സേവ് ചെയ്യുക. ഫയൽ മെനുവിലെ സേവാ സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. ഫയൽ സേവാസ്, ഹോമിൽ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്വറീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഡേറ്റാബേസിൽ നിന്ന് ക്വറീസ് ടാബ് തിരഞ്ഞെടുക്കുക. അതിലെ തയ്യാറാക്കേണ്ടുന്ന ക്വറിയിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ലാംഗ്വേജ് എന്നിവ ഉൾപ്പെടുത്തണം. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന മെനു തിരഞ്ഞെടുക്കുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ അഡ്മിഷൻ നമ്പർ സെലക്ട് ചെയ്യുക, നെയിം സെലക്ട് ചെയ്യുക, ക്ലാസ്, ലാംഗ്വേജ് എന്നിവ തിരഞ്ഞെടുക്കുക. ഉൾപ്പെടുത്തേണ്ടുന്ന വിവരങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇവിടെ സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ അമർത്തുന്നു. അതിൽ സെർച്ച് കണ്ടീഷൻ എന്ന ഫീൽഡിൽ നിന്നും ഫീൽഡ്സ് എന്നത് തിരഞ്ഞെടുക്കുക. അറബിക് എന്ന വാചകമാണ് നൽകേണ്ടത്. ഫീൽഡ്സിൽ നിന്നും ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. ഈസ് ഈക്വൽ ടു അറബിക്. അറബിക് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടാവും അത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ക്വസ്റ്റ്യൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ അറബിക് എന്ന വാചകം നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കാണാം. ആ വാചകം അങ്ങനെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിലാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ്, നെക്സ്റ്റ്, ഫിനിഷ്. ഇപ്പോൾ ഒരു ക്വറി വന്നിരിക്കുന്നത് കാണാം. അഡ്മിഷൻ നമ്പർ, പേര്, ക്ലാസ്, ലാംഗ്വേജ് എന്നിവ നമുക്കിവിടെ കാണാം. ക്വറി ക്ലോസ് ചെയ്യുക. റിപ്പോർട്ട്സ് തയ്യാറാക്കാം. റിപ്പോർട്ട്സ് മെനു സെലക്ട് ചെയ്യുക. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്. അവൈലബിൾ ഫീൽഡ്സിലുള്ള എല്ലാം ഫീൽഡ്സ് ഇൻ ദ ഫോമിലേക്ക് മാറ്റുക. പ്രത്യേകിച്ച് മറ്റൊരു ഫീൽഡിലും ചെയ്യേണ്ടില്ല. നേരിട്ട് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുകയോ ചെയ്യുക. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കാം. ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഓരോ ക്ലാസ്സിലെയും
അറബിക് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റ് നമുക്കിവിടെ ലഭ്യമാണ്. ഇതിനെ ക്ലോസ് ചെയ്യുക. ഡാറ്റാബേസ് ഫയലിനെ സേവ് ചെയ്യുക. ഫയൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഒരു സ്കൂളിൽ നിന്നും ജില്ലാ അത്ലറ്റിക് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ പ്യൂപ്പിൾസ് ലിസ്റ്റ് .odb എന്ന ഡാറ്റാബേസ് ഫയൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും 14 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളുടെ മാത്രം പട്ടിക തയ്യാറാക്കുക. ഇതിനായി താഴെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള പ്യൂപ്പിൾസ് ലിസ്റ്റ് .odb എന്ന ഫയലിൽ നിന്ന് ലിബ്രോഫീസ് ബേസിൽ തുറക്കുക. ഈ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറും ഫയൽ നാമാക്കി നൽകി ഹോമിലെ എക്സാം ഡൺ ഫോൾഡറിൽ സേവാ സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. 14 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളുടെ മാത്രം വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ക്വറി തയ്യാറാക്കുക. ഉൾപ്പെടുത്തേണ്ടുന്ന വിവരങ്ങൾ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഏജ് എന്നിവയാണ്. ക്വറിയിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഡാറ്റാബേസ് ഫയൽ സേവ് ചെയ്യുക. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രോഫീസ് ബേസ് എന്ന ക്രമത്തിൽ ലിബ്രോഫീസ് തുറക്കുക. ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഫയൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും പ്യൂപ്പിൾ ലിസ്റ്റ് എന്ന ഫയലാണ് തുറക്കേണ്ടത്. ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ ക്വറി തയ്യാറാക്കണം. ക്വറീസ് എന്ന ടാബിൽ നിന്നും യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ഉൾപ്പെടുത്താനുള്ള ഫീൽഡുകൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അത് അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഏജ് എന്നിവയാണ്. അവ ഉൾപ്പെടുത്തുക. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഏജ് എന്നിവ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. സെർച്ച് കണ്ടീഷൻസിൽ നിന്നും ഫീൽഡ്സ് തിരഞ്ഞെടുക്കുക. ഏജ് 14 വയസ്സിൽ കൂടുതലുള്ള പ്രായമുള്ള കുട്ടികളുടെ വിവരമാണ് വേണ്ടത്. പ്യൂപ്പിൾസ് ലിസ്റ്റ് എന്നത് ഏജ് തിരഞ്ഞെടുക്കുക. ഫീൽഡ്സ് ഏജ് തിരഞ്ഞെടുക്കുക. പ്യൂപ്പിൾസ് ഏജ് തിരഞ്ഞെടുക്കുന്നു. കണ്ടീഷൻ എന്നത് ഈസ് ഈക്വൽ ടു എന്നത് മാറ്റിയിട്ട് 14 വയസ്സിൽ കൂടുതൽ, 14 വയസ്സും അതിൽ കൂടുതലുമാണ്, ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്ന മെനു തിരഞ്ഞെടുക്കുക. വാല്യൂ 14 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തുന്നു. നെക്സ്റ്റ്, നെക്സ്റ്റ്, ഫിനിഷ് ബട്ടൺ അമർത്തുക. റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായിട്ട് റിപ്പോർട്ട്സ് മെനു സെലക്ട് ചെയ്യുക. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്. ഫീൽഡുകളെല്ലാം ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ്, ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രവർത്തനം പൂർത്തിയാക്കാം. റിപ്പോർട്ടും നമുക്കിവിടെ വരുന്നു. ഈ ഫയലിനെ ആദ്യം തന്നെ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫയൽ സേവാസ് ക്രമത്തിൽ ഇതിനെ സേവ് ചെയ്യുക. സേവാസ് ക്രമത്തിൽ ഹോമിലെ എക്സാം ഡൺ ഫോൾഡറിൽ സേവ് ചെയ്യുക. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.